ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷം. നിങ്ങൾ അമേരിക്കയ്ക്ക് താവളമൊരുക്കിയത് കൊണ്ടാ ഞങ്ങൾ കടികിട്ടുന്നത്. ഇറാനും ഇസ്രയേലും എന്തായിട്ടാണ് നിൽക്കുന്നത്? ഭയങ്കര അടിയിൽ നിൽക്കുക. ഇസ്രയേലും ഇറാനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് തുർക്കിയുടെ നേതാവ്, ഇതിന്റെ നടുവിൽ ഒരു വില്ലനുണ്ട്, അവനാ റഷ്യ. ഇന്ന് അവൻ വിചാരിച്ച അവിടെ യുദ്ധം തീരും, അവൻ തീർക്കാൻ അനുവദിക്കത്തില്ല. ഇറാന് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വിജാതീയനായ നരേന്ദ്രമോദി സാർ മൈക്കെടുത്ത് ഒരു കാര്യം പറഞ്ഞു, ശലോം ഇസ്രായേൽ. ഈ അമേരിക്കയ്ക്ക് താവളം കൊടുത്തത് കൊണ്ടാ നമുക്ക് ഈ അടി കിട്ടുന്നതെന്ന് ഇറാൻ പറയുന്നതാ. നിങ്ങളുമായിട്ട് യാതൊരു വിരോധമില്ല, നിങ്ങളുടെ താവളങ്ങൾ ഗൾഫിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുമെന്ന്. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. ഇസ്രായേൽ രാജ്യം ഭൂമിയിൽ വരും. ഇതിന്റെ പിൻപിൽ ഒരു അന്തിമ യുദ്ധം. അതൊക്കെ ഈ മരുമയാന കൃപാസന മക്കൾ കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ ആന്റിക്രൈസ്റ്റ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോവിൻ കാലം പോലെ കർത്താവിന്റെ വരവും, ലോത്തിൻ കാലം പോലെ കർത്താവിൻ വരവും. അരുമயான ദൈവ പിള്ളകളെ, இந்த நற்செய்தி கூட்டங்கட முதலாவது இரவு கர்த்தன் வரவுக்கு 6 சால் இருக்குது. 1 അത്തി യഹൂദ ലക്ഷണം, 2 അവനടുക്ക് എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ, 4 ഒരേക ലോക മതം ഇവിടെ ഉണ്ടാവും, 5 നോഹയുടെ കാലത്തെ പോലെ പെരുമഴ ഉണ്ടാകും, 6 ലോത്തിൻ കാലത്തെ പോലെ തീ ഇറങ്ങും ആകാശത്ത് നിന്ന്. ഈ 6 കാര്യം പറയണമെങ്കിൽ 14 രാത്രിയെങ്കിലും വേണം. 14 രാത്രി വേണം ഈ 6 കാര്യം പറയണമെങ്കിൽ. 2 കാര്യം, അത്തി തളിർത്തു കൊമ്പിളതായി, തേർഡ് വേൾഡ് വാർ. അപ്പോൾ ഇന്ന് നമ്മുടെ സിസ്റ്റർ വായിച്ചു, യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ നല്ല വചനം പഠിക്കുന്ന മക്കളായിരിക്കണം. 1 യേശുക്രിസ്തുവിന്റെ 1ാമത്തെ പ്രഭാഷണം, നല്ലൊരു പ്രഭാഷണമുണ്ട്, ഗിരിപ്രഭാഷണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ഗാന്ധിജി വരെ അത് വായിച്ചു. അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ അഹിംസയുടെ മൊഴിമുത്ത് നൽകിയത് യേശുപ്പച്ചന്റെ പ്രഭാഷണങ്ങൾ, ജീസസിന്റെ സന്ദേശങ്ങൾ. നമ്മളെവിടെ വായിക്കാനോ? സ്തോത്രം. നമ്മുടെ ബൈബിളെല്ലാം ഇപ്പൊ ഷോക്കേസിലിരിക്കുക, സന്തോഷമില്ലല്ലോ. സ്തോത്രം. മഹാത്മാഗാന്ധിജി ബൈബിൾ വായിച്ചെന്ന്. 2 ഇന്ന് വായിച്ചത് ഒലിവുമല പ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട്, അന്ത്യകാല പ്രഭാഷണം. 3 അവസാന രാത്രി വാക്ക് ചിന്തിക്കും, അതാ മാളികമുറി പ്രഭാഷണം, യോഹന്നാൻ 14:1-2-3, യോവാൻ അധികാരം 14:1-2-3. അവസാന രാത്രി ചിന്തിക്കും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. അങ്ങനെയെങ്കിൽ കടക്കാം യുദ്ധങ്ങൾ. ഇനിയാണ് കറക്റ്റ് മെസ്സേജ് വരുന്നത്. നാം റഷ്യയെ പോയിട്ട് ഇസ്രയേലിൽ വന്ന് ഗാസ വരുമ്പോൾ ഇന്ന് നിൽക്കും, ബാക്കി നാളെയും. 1904 മുതൽ 1907 വരെ ഒരു ലോകത്തിലൊരു യുദ്ധമുണ്ടായിരുന്നു. അതിന്റെ പേര് റൂസോ ജപ്പാൻ വാർ. റഷ്യയെ ജപ്പാൻ അടിച്ചു തീർത്തു. 1914 മുതൽ 19 വരെ 1ാം ലോക മഹായുദ്ധം. നാളെ പറഞ്ഞുതരാം. 1939 മുതൽ 45 വരെ 2ാം ലോക മഹായുദ്ധം. 1957 ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ ആക്രമിച്ചു. 1967 6 ദിന അറബ് ഇസ്രയേൽ വാർ. 1971 അമേരിക്ക വിയറ്റ്നാം. 1974 ഇന്ത്യ ചൈന. അത് കഴിഞ്ഞിട്ട് 75 ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ യോം കിപ്പർ വാർ. അതിനുശേഷം 10 വർഷം യുദ്ധം ഉണ്ടായിരുന്നു, 80 മുതൽ 90 വരെ. ആ യുദ്ധത്തിന്റെ പേര് ഇന്നത്തെ ഇറാൻ ഇറാഖിനെ ആക്രമിച്ചു. അതൊന്ന് ശമിച്ചപ്പോൾ 91 കാലഘട്ടത്തിൽ വേറൊരു യുദ്ധമുണ്ടായിരുന്നു. ആരെ ആക്രമിച്ചു? കുവൈറ്റ് എന്ന രാജ്യത്തെ സദാം ഹുസൈൻ ആക്രമിച്ചു. 92 അത് തീർന്നു. നമ്മൾ വളരെ സമാധാനമായിട്ടിരുന്നു. 92 മുതൽ 2002 വരെ ഒരു യുദ്ധമില്ല. 2012 വരെ ഒരു യുദ്ധമില്ല. 2022 ഫെബ്രുവരി ഇന്നേക്ക് 4 വർഷവും 1 മാസവും പിറകിൽ കോവിഡാനന്തര ലോകത്തിൽ ഒരു യുദ്ധം ആരംഭിച്ചു.
റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം ഉക്രൈനെ ആക്രമിച്ചു. ഇതാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വഴി. ഇനി ഇവിടെ ചിന്തിക്കണം പ്രവചനങ്ങൾ. എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിച്ചു? വളരെ ശാന്തമായി. അതുകൊണ്ട് ഞാൻ പാസ് എടുത്തവരെ സ്പീഡ് എടുക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പിന്നത്തതിൽ നിങ്ങൾക്ക് വീഡിയോയും കാണാം. റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. സഹോദരങ്ങളെ, ലോകത്തിൽ രണ്ട് വൻശക്തികളുണ്ട്. ഒന്ന് അമേരിക്ക, അവനൊരു ലീഡർഷിപ്പാ. 51 സ്റ്റേറ്റ് അമേരിക്ക, ലോകത്തിന്റെ പോലീസ്. അവന്റെ കൂടെ കുറെ പേരുണ്ട് നാറ്റോ. രണ്ടാമത്തെ ശക്തിയുടെ പേര് USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്ര. ഈ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ പ്രത്യേകത 1987 അവിടെ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിന്റെ പേര് മിഖായിൽ ഗർബച്ചോവ്. കുറേ ബൈബിൾ ഞാൻ വരച്ച് കാട്ടിത്തരാം. മിഖായിൽ ഗർബച്ചോവ് ഭരണത്തിൽ വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, സാറേ ജനം കൂടുതലാ, ഇവർക്ക് ചാപ്പാട് കൊടുക്കണം, വെള്ളം കൊടുക്കണം, അങ്ങനെ റഷ്യയെ വെട്ടിമുറിക്കണം. അങ്ങനെ മിഖായിൽ ഗർബച്ചോവ റഷ്യയെ 15 കഷ്ണമായിട്ട് വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, അൾജീരിയ, ബെലാറസ്, ക്രിമിയ, ചെച്ചിനിയ, സൈബീരിയ. 15 റഷ്യയെ ദൈവം വെട്ടിമുറിച്ചു. ഇതെല്ലാം ഇപ്പൊ വായിച്ചു തരാം ബൈബിളിൽ. അങ്ങനെയെങ്കിൽ റഷ്യ എന്തിന് ഈ ഉക്രൈനെ ആക്രമിക്കുന്നു? എല്ലാവരും കേൾക്കണം. 2010 ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിന്റെ പേര് വ്ളാഡിമർ സെലൻസ്കി. അദ്ദേഹം ഒരു യഹൂദ സ്ത്രീയുടെ മകനാണ്. അദ്ദേഹം നാറ്റോയിൽ ചേരാൻ അമേരിക്കയ്ക്ക് കത്ത് കൊടുത്തു. ഇത് റഷ്യക്ക് അറിയാം. അപ്പോൾ നാറ്റോയിൽ ചേരാൻ കത്ത് കൊടുത്തപ്പോൾ അന്നത്തെ ബരാക് ഒബാമയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. അത് നിരസിച്ചു. 2014 വീണ്ടും ഒരു കത്ത് കൊടുത്തു, അവര് നിരസിച്ചു. 2017 അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ വായാടി ട്രംപിന്റെ കയ്യിൽ കൊണ്ടൊരു കത്ത് കൊടുത്തു, ഞങ്ങളെ നാറ്റോയിൽ ചേർക്കണം. പുള്ളിയും ചേർത്തില്ല. 2020 കോവിഡ് നടക്കുമ്പോൾ അമേരിക്കയിൽ ജോ ബൈഡൻ, കോവിഡിന്റെ തുടക്കം, അദ്ദേഹത്തിന്റെ കയ്യിൽ കത്ത് കൊടുത്തു, അവര് ചേർത്തില്ല. എന്നിട്ട് ഇദ്ദേഹം ഒരു കത്ത് യൂറോപ്പിന്റെ കയ്യിൽ കൊടുത്ത് ഞങ്ങളെ ചേർക്കണം. മനസ്സിലാകുന്നവർക്കായി. എന്തുകൊണ്ട് ഉക്രൈൻ എന്ന രാജ്യത്തെ ഈ നാറ്റോ സഖ്യത്തിൽ ചേർക്കത്തില്ല? നിങ്ങൾ തമിഴ് ടെലിവിഷൻ ചാനലെല്ലാം കാണുന്നതുകൊണ്ട് പറയുക. അതിനൊരു കരാറുണ്ട്. 1975 UN ഒരു കരാറുണ്ട്, ജോൺ എഫ് കെന്നഡി കരാർ. എന്താ പ്രത്യേകത? റഷ്യയുടെ ഒരു രാജ്യങ്ങൾക്കകത്ത് അമേരിക്ക സഖ്യത്തിൽ ഏർപ്പെടാൻ അവരനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കാത്തത്. ജോൺ എഫ് കെന്നഡി കരാർ. അതിന്റെ അർത്ഥം ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർത്താൽ അമേരിക്ക അവിടെ റഡാർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ മുഴുവൻ ചലനങ്ങളും കമ്പ്യൂട്ടറിൽ വരും. അതറിഞ്ഞത് കൊണ്ട് 1975 at UN a pact is coming, that means Kennedy agreement, ജോൺ എഫ് കെന്നഡി കരാർ. അതുകൊണ്ടാ ഇത്രയായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ പക്കത്ത് ശ്രീലങ്ക ഇരിക്കുന്ന എല്ലാവരും കേൾക്കണം, തമിഴ് മക്കൾ. അവിടെ ഹമ്പൻതോട്ട എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്. അതുണ്ടാക്കിയ ശ്രീലങ്കക്കാരല്ല, ചൈനയാണ്. കോടിക്കണക്കിന് രൂപ. ഈ കഴിഞ്ഞ 2 വർഷത്തിന് പിറകിൽ ചൈനയുടെ ഒരു കപ്പൽ യുവാൻ 5 അത് അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഇന്ത്യക്ക് വല്ലാത്ത ഞെട്ടലായി. ഈ കപ്പലിൽ നിന്ന് നമ്മുടെ ടെലിവിഷൻ സാറ്റലൈറ്റിൽ നിന്ന് ഇത് ചെയ്യുന്ന പോലെ ഒരു സാധനം ഉയർത്തിയാൽ കൂടംകുളം ആണവ നിലയം, തൂത്തുക്കുടി പോർട്ട്, തിരുവനന്തപുരം എയർപോർട്ട്, ISRO, ചെന്നൈ പെരുമ്പൂർ, ഇവിടെ വരെ പോന്ന സർക്കാരിന്റെ സന്ദേശങ്ങൾ അവര് പിടിച്ചെടുക്കാം. യുവാങ് 5 എല്ലാവരും കേൾക്കണം ഗഗനമായിട്ട്. ഉടനെ ഇന്ത്യ ശ്രീലങ്കയോട് പറഞ്ഞ് ഞങ്ങളായപ്പോൾ അരി പച്ചോളം ഒക്കെ തരുന്നത്. ശ്രീലങ്കയിലെ മുതലമച്ച് പറഞ്ഞു, തുറമുഖം അവരുടെ ഇല്ലയോ, ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റൂ? കപ്പൽ വന്ന് ഇന്ത്യക്ക് നല്ല അരുമயான ഒരു വിദേശകാര്യമന്ത്രി ഇരിക്കുന്നത്, അവർ പേർ ഫോറിൻ മിനിസ്റ്റർ വന്ന് S ജയശങ്കർ, നല്ല മനുഷ്യൻ. അദ്ദേഹം ISROയോട് പറഞ്ഞു ആ കപ്പലിന്റെ മേളിൽ ഒരു സാറ്റലൈറ്റ് നിർത്തിക്കോണമെന്ന്. മനസ്സിലാകുന്നവർക്കായി. കപ്പൽ ശ്രീലങ്കയെ വന്ന് കടന്ന് ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റ് മേളിൽ എല്ലാം ജാമായിപ്പോയി, കരമുയരുന്നില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി. കാശ്മീർ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്ന പോലെ ഇന്ത്യ നല്ല വികസനമാണ്. അതുകൊണ്ട് കപ്പൽ വന്ന വഴി തിരുമ്പി പോയിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്വത്രം ഇതൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് കൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ റഷ്യ എന്തിന് ഉക്രൈനെ ആക്രമിക്കുന്നു? ഇത് ഇസ്രായേലിലേക്ക് പോവാം. റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ എല്ലാ കൃപാസന സഹോദരങ്ങളും ശ്രദ്ധിക്കണം. 1, ലോകത്തിലെ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന നദി നിപ്പർ നദി. അതെവിടെ കിടക്കുന്നതെന്നറിയാമോ? ഉക്രൈനിൽ കിടപ്പുണ്ട്. 2, റഷ്യയുടെ ആണവ നിലയം ഇപ്പൊ തകർന്നിരിക്കാം. ഉക്രൈനിൽ ഒരു ആണവ നിലയമുണ്ട്, അതിന്റെ പേര് സഫ്രോഷിയ ആണവ നിലയം. 3,
ലോകത്തിൽ രണ്ടാമത് ഗോതമ്പ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഒന്ന് റഷ്യ, രണ്ട് ഉക്രൈൻ. അതിനെയും കൂടെ കിട്ടിയാൽ ഉക്രൈനെ അടിച്ച് രക്ഷപ്പെടാം. അതിന് ഒന്ന് വെള്ളം, രണ്ട് ആണവ നിലയം, മൂന്ന് ഗോതമ്പ്. ഇന്ന് നമ്മുടെ കൃപാസന കൺവെൻഷൻ നടക്കുമ്പോൾ 4 വർഷവും 1 മാസവുമായി 3 കോടി ജനം പോലുമില്ല. കേരളത്തിൻ്റെക്കാളും കുറവാ. 6 ജില്ല, തമിഴ്നാട്ടിന്റെ 4-1 ഉള്ളൂ ഉക്രൈൻ. കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, സഫ്രോഷ്യ, ഒഡേസിയ. ഈ 6 ജില്ലയുള്ള ഒരു സാധനത്തെ അടിച്ച് തകർക്കാൻ അവന് കഴിയുന്നില്ല. 6 ദിവസം കൊണ്ട് ഞങ്ങൾ ഉക്രൈൻ കൈക്കലാക്കുമെന്ന് പറഞ്ഞ് അടങ്ങിയതോ. 4 വർഷം 1 മാസവുമായി ഇത് ചെല്ലുന്നത് ഇസ്രയേലിലേക്ക്. അതാണ് ഇന്നത്തെ ഇറാൻ വിഷയം. അതുകൊണ്ട് ആ സമാധാനത്തെ നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞത്. ഉലകത്തിന് മുടിവ് കടശിക്കാല ചെയ്തികൾ. ദേവപിള്ളകളെ, ഇന്ന് എന്താ സംഭവിച്ചതെന്നറിയാമോ? റഷ്യയുടെ സാമ്പത്തിക നില തകർന്നു. നമ്മുടെ ഇവിടെ തന്നെ മാർത്താണ്ഡ, കളിക്കവള, സ്രായംകുടി, കാഞ്ചിരോട്, തക്കല, സാമിയാർ മഠം എന്ന പക്കത്ത് അനവധി കുഞ്ഞുങ്ങൾ നേരത്തെ റഷ്യ MBBS പഠിക്കാൻ പോയിരുന്നതാ. ജോർജിയയിലും ഉക്രൈനിലും. ഇപ്പൊ വല്ലവരും പോന്നോ? അവരെ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു. റഷ്യയുടെ IFC കോഡ് തീർന്നു. വെളിരാജ്യത്തെ റഷ്യക്കാരുടെ പൈസ ഇട്ടുന്നത് അമേരിക്ക ഫ്രീസ് ചെയ്തു. അങ്ങനെ അവിടെ ഇന്നൊരു രക്ഷയുമില്ല. അങ്ങനെയെങ്കിൽ റഷ്യ അറബ് രാജ്യങ്ങളെ കൂട്ടി ഇസ്രയേലിനെ ആക്രമിക്കും. അതിന്റെ തുടക്കമാ ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ സംഘർഷം. അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുവോ? ബൈബിൾ എടുക്കണം, ക്ലിയർ ആയിരിക്കണം. എസക്കേൽ ദീർഘദർശിൻ ഗണിതം അതിൻ്റെ എടുത്താട്ട് 39-ാമത് അധികാരം വസനത്തെ വാസിക്കരുത് 1-2 വാക്യങ്ങൾ. എസക്കേൽ ദീർഘദർശി 39 അധികാരം വസനം വാസിക്കരുത്. അരുமையான தமிழ் பைபிள் எடுத்து இந்த வசனத்தை நோட் ചെയ്തിരിക്കുന്നത് 1-2 വായിച്ചോ. മനുപുത്രനെ, ഈ മനുഷ്യപുത്ര, ഗോഗോക്ക് വിരോധமாக தீர்க்கதரிசனம் ഉരൈത്ത്. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് ആരാ? ഗോഗെന്ന് ഇപ്പൊ പറഞ്ഞുതരും. അടുത്ത വാക്ക് ആണ്ടവർ ഉരൈക്கிறார். மேஷேக், தூபால் ஜாதிகளின் அதிபதியாகிய கோகே, റഷ്യ, മോസ്കോ, ട്രുബാസ്കോ എന്നിവയുടെ അധിപതിയായ റഷ്യയെ വായിക്കാം. இதோ நான் உனக்கு விரோதமாக வருகிறேன். ഞാൻ നിനക്ക് വിരോധമായി വരികേൻ. ഇപ്പൊ റഷ്യക്ക് വിരോധമായി. ആന്റി അവിടെ ആ വചനം ഒന്ന് വെക്കണം അവിടെ. അങ്ങനെയെങ്കിൽ ഇവരാരായി? റഷ്യ, അതുപോലെ തന്നെ കൊറിയ. ആ വചനം മാറ്റക്കൂടാതെ അങ്ങനെ ഒരു ചിന്ന പേപ്പർ അടയാളമായി വെക്കണം. ഞാൻ ഉൽപ്പത്തിയിലേക്ക് വരാനായി പറയുന്നത്. അങ്ങനെയെങ്കിൽ കൊറിയ, റഷ്യ, ചൈന, ഇവർ 3 മാഗോഗ. ബൈബിളിനകത്തുണ്ടോ? ഇവരാര്? മുതലാമത് അധികാരം ഉൽപ്പത്തി അധികാരം 10:2 ഒന്ന് വായിച്ച് അതിന് സഹായിക്കണം. ഉൽപ്പത്തി 10-ാം അധികാരം 2-ാമത് വാക്യം. നോഹയുടെ പുത്രന്മാർ ഒന്ന് വായിച്ചാട്ടെ. ദാണ്ട് എത്ര ക്ലിയർ. അതുകൊണ്ടാണ് ഞാൻ സമാനത്തിൽ പറയുന്നത്. യാഫേത്ത്, നോഹയുടെ മക്കളാശയം യാഫേത്ത്. യാഫേത്തിൻ കുമാരന്മാർ ഗോമേർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മേശക്ക്, തീരാസ് என்பவர்கள். മതി. ഇതെല്ലാം മാഗോഗ് വരുന്ന എത്ര ക്ലിയറാ. അവന്മാരെല്ലാം നോഹയുടെ മക്കളാ. ആന്റി വായിച്ച 2-ാമത്തെ ഭാഗമാ മാഗോഗ്. മാഗോഗ് 3 പേരാ. മംഗോളിയൻ സാമ്രാജ്യം. അതിലൊന്ന് കൊറിയ, 2 ചൈന, 3 റഷ്യ. ആ മാഗോഗിൽ നിന്ന് മാറിയ അച്ഛന്റെ പേരാ ഗോഗ്, ഇന്നത്തെ റഷ്യ. ഇവർ ഒരുമിക്കും റഷ്യയുടെ 3 പട്ടണങ്ങളാ. 1 റഷ്യ, 2 മോസ്കോ, 3 ടുബാസ്കോ. 4 വർഷമായിട്ട് ഉക്രൈൻ അടിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ പത്രിക നിങ്ങൾ TV പാത്തിരിക്കത് റഷ്യയുടെ പ്രസിഡന്റിന് പേടി. ഇപ്പൊ യഹൂദനെ ഇനി സാറ്റലൈറ്റ് വഴി കൊല്ലുമെന്ന് അറിയത്തില്ല. സ്വത്രം. ഇന്നത്തെ പത്രം ഇപ്പൊ റഷ്യയുടെ മുതലമച്ചർ കണ്ണീരോടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. സാറ്റലൈറ്റ് വഴി തട്ടുമെന്ന് സ്വത്രം. ഇപ്പൊ യഹൂദന ഇസ്രയേൽ തട്ടുമെന്നല്ല, സെലൻസ്കി. ബാക്കിയൊക്കെ നാളെ കേൾക്കണം. എന്നിട്ട് നമുക്ക് എസക്കേൽ ദീർഘദർശി. ഈ റഷ്യ വെട്ടിമുറിക്കപ്പെടുവോ? ആന്റി ഇങ്ങോട്ട് വന്നാട്ട് 39 2-ാമത് 39 1-2 വായിച്ചതിന്റെ ബാക്കി ആന്റി വായിച്ചു. திருப்பி உன்னை 6 துறடுகளால் இழுத்து உன்னை வடபுறங்களிலிருந்து எழும்பவும். അവിടെ നിൽക്കട്ടെ. അടുത്ത വാക്യം കൂടെ വായിക്കണം. തമിഴ് ബൈബിളും ക്ലിയർ. നിന്നെ 6-ൽ ശേഷിപ്പിക്കും. റഷ്യ 15ആയിട്ട് വെട്ടിമുറിച്ചത് 6-ാമത്തെ രാജ്യത്തിൽ കൂടെ ഈ യുദ്ധം കൊണ്ടുവന്ന്. 1 താജിക്കിസ്ഥാൻ, 2 കിർഗിസ്ഥാൻ, 3 തുർക്കമെനിസ്ഥാൻ, 4 താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. ഇതാ വരുന്നു. ഈ ഉക്രൈൻ വഴി കൊണ്ടുപോകുന്നു. താജിക്കിസ്ഥാനും കിർഗിസ്ഥാനും തുർക്കമെനിസ്ഥാനും അസർബൈജാനും ഉക്രൈനും എല്ലാം. കസാക്കിസ്ഥാൻ 6-ാമത്തെ ഭാഗമാ യമൻ, ഈ ഉക്രൈൻ. അപ്പൊ റഷ്യയെ വെട്ടിമുറിക്കുമെന്ന് ഇവിടുത്തെ EMS അറിയാമായിരുന്നു.
ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയായിരുന്നു, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അറിയായിരുന്നു. അവർക്കൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് ഭക്തനായ എസെക്കിയേൽ എഴുതി റഷ്യ വെട്ടിമുറിക്കപ്പെടും, കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ ഞങ്ങളുടെ ബൈബിൾ. അരുമയാന ദൈവമക്കളെ, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകനൊക്കെ വീഴും. എന്നാൽ നമ്മുടെ കരത്തിലിരിക്കുന്ന വചനത്തിന് യാതൊരു മാറ്റമില്ല. ചങ്കൂറ്റത്തോടെ ഈ അടി എവിടെ പോവും? ഇന്ന് നിങ്ങൾ പത്രികയിൽ എല്ലാം കാണുന്ന അടി എവിടെ പോവും? ആന്റി വായിച്ചാട്ടെ, അടുത്ത വാക്ക് വായിക്കാം. നിന്നെ വടക്കേ അറ്റത്ത്, റഷ്യയുടെ വടക്കേ അറ്റ സൈബീരിയ, അതിലെ നേരെ ഗോലാൻ കുന്ന് വഴി ഒരു സ്ഥലത്ത് കൊണ്ടുവരും. അതാ 3-ാം ലോക മഹായുദ്ധം. വായിച്ചാട്ടെ ആന്റി. ഇസ്രായേൽ മലകളിൽ വരവും പണി മതി, ഇസ്രയേൽ മലകളിൽ നിന്നെ കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കും, എന്തിനായി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നതെന്ന്? ഇപ്പൊ നമ്മൾ കണ്ടോണം, ഇറാനും ഇസ്രയേലും എന്തായിട്ടാണ് നിൽക്കുന്നത്? ഭയങ്കര അടിയിൽ നിൽക്കുക. ഇതിന്റെ നടുവിൽ ഒരു വില്ലനുണ്ട്, അവനാ റഷ്യ. ഇന്ന് അവൻ വിചാരിച്ച അവിടെ യുദ്ധം തീരും, അവൻ തീർക്കാൻ അനുവദിക്കത്തില്ല. ഇറാന് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ റഷ്യ അടക്കമുള്ളത് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ആരോട് ചേരും? ആരോട്? റഷ്യയോട് ചേരും. പുറകെ ഇന്നത് അവസാനം വായിക്കുമ്പോൾ കൺക്ലൂഡ് ആവും, റഷ്യയോട് കൂടെ ആരൊക്കെ ചേരും. അതാ ഇന്നത്തെ ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ ഗൾഫ് രാജ്യങ്ങൾ മൊത്തവും വിറച്ചുകൊണ്ട് മരിക്കുന്നു. റഷ്യ അവർക്ക് മേധാവിയായി തീരും. ഇനി ആന്റി എടുക്കണം, റഷ്യയുടെ കൂടെ ആരൊക്കെ ചേരും? അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇറാന്റെ പ്രതിസന്ധിയിൽ റഷ്യയോടുകൂടെ ചേരാൻ പോകുന്നു. എസെക്കിയേൽ ദീർഘദർശിൻ കടിതം 38-ാം അധികാരം 5-6-7 ലോക രാജ്യങ്ങൾ റഷ്യയുടെ കൂടെ. എസെക്കിയേൽ 38-5-6-7 വാക്യങ്ങൾ അവരോട് കൂടെ. എല്ലാവരും ആന്റി വായിക്കുന്ന നിങ്ങൾ നോട്ട് ചെയ്യണേ. അതുകൊണ്ട് ആന്റിക്ക് മൈക്ക് കൊടുത്ത് വായിക്കുന്നത്. റഷ്യയോട് കൂടെ പെർഷ്യരും എത്യോപ്യരും. അവിടെ നിൽക്കട്ടെ. അതാ പേർഷ്യൻ ഭാഷ എന്ന് പറഞ്ഞാൽ പാർസി രാജ്യം. അതാ ഇന്നത്തെ ഇറാൻ. അഥവാ അതിന്റെ കൂടെ ചിലപ്പോൾ അഫ്ഗാനും ചേരും. പാർസികളുടെ കുറെ ഭാഗം അഫ്ഗാനിൽ കിടക്കുന്നു. അതുകൊണ്ട് പേർഷ്യൻ. 2 തമിഴ് ബൈബിൾ നല്ല ക്ലിയറാ, അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇന്നത്തെ എത്യോപ്യ രാജ്യം അവരോട്. അടുത്തത് ലിബിയ രാജ്യം. എത്ര ക്ലിയറാ! റഷ്യയോട് ഈ അറബ് രാജ്യങ്ങൾ ചേരുന്ന ക്ലിയർ തമിഴ് ബൈബിൾ. ലിബിയ. അടുത്തത് അവരെല്ലാം വടിയും വാളും എടുത്ത് ഗോമേർ. അവിടെ നിൽക്കട്ടെ. ഇന്ന് യൂറോപ്പിന്റെ കൂടെ നിൽക്കുന്ന ജർമ്മനി, അമേരിക്ക നാടിയാടി നിൽക്കുക. ഇന്ന് ഫ്രാൻസ്, ബ്രിട്ടന്, ജർമ്മനി എല്ലാം പൈസയ്ക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ട്രംപ് വിളിച്ചിട്ട് ആരും അടുക്കുന്നില്ല. താമസമില്ല. ഈ ജർമ്മനിയും ഒരുപക്ഷെ റഷ്യയുടെ കൂട്ടത്തിൽ ഗോമേരും. അടുത്തത് വായിക്കാം. അവരുടെ എല്ലാ പടക്കൂട്ടങ്ങളും 57 ഇസ്ലാമിക രാജ്യങ്ങളായി പടക്കൂട്ടം. അതിന്റെ നേതാവ് ആരാന്നതിനകത്ത് എസെക്കിയേൽ എഴുതിയിട്ടുണ്ട്. അടുത്ത് വായിച്ചോട്ടെ. വടദിശയിലുള്ള തോഗർമ വംശത്താൽ വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹം. ആരായി തോഗർമാഗ്രഹം? ഇന്നത്തെ തുർക്കിയ, അറബ് ലീഗിന്റെ ലീഡർ. നമ്മുടെ കൃപാസനം കൺവെൻഷൻ ഇപ്പോൾ ഇവിടെ നടക്കുമ്പോൾ ഇസ്രയേലും ഇറാനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് തുർക്കിയുടെ നേതാവ്. മനസ്സിലാകുന്നവർക്കായി ഇതെല്ലാം മനസ്സിലാകണം. അവൻ ആ ആന്റി ക്രൈസ്റ്റിന്റെ വരി ഒഴുക്കുന്നത്. നല്ല പ്രവചനം കേട്ടിരിക്കണം. തമിഴ്നാട്ടിൽ മുന്നാടി നല്ല പ്രവചനം പറയുന്ന അപ്പച്ചന്മാരുണ്ടായിരുന്നു. കർത്തൻ വരവ് എല്ലാം കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ യേശു വരുന്നവന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. കരമുയരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ അന്തിക്രിസ്തു വരുന്നതിന് മുമ്പ് അറബ് ലീഗിനെ ഒരുമിപ്പിക്കുവാൻ ഇവൻ വരും. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളെ റഷ്യയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ഇവരെല്ലാം കൂടെ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് 3-ാം ലോക മഹായുദ്ധം. അങ്ങനെയെങ്കിൽ റഷ്യ എന്തിനു വേണ്ടി ഇസ്രയേലിനെ ആക്രമിക്കുന്നു? ജാതീയ യുദ്ധമല്ല. എന്തുകൊണ്ട് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നു പറഞ്ഞു തരാം. അതിനാസ്പദമായി ഇന്ന് ഇസ്രയേലിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഖത്തറിലല്ല LPG കംപ്രസ്ഡ് ഗ്യാസ് കിട്ടുന്നത്. ഖത്തറിനേക്കാളും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേരാ ഇസ്രയേലിലെ ദിമോണ മരുഭൂമി. ഭൂമിക്കടി ഗ്യാസ് ഉണ്ട്. ഇത് റഷ്യക്ക് അറിയാം. 2, ലോത്തിന്റെ കാലത്ത് തീ ഇറങ്ങിയ ഒരു കടലുണ്ട്, ചാവുകടൽ. അവിടെ കിടപ്പുണ്ട് ധാതു ലവണങ്ങൾ, തോറിയം, ലിഥിയം, പ്രൊട്ടീനിയം, മഗ്നീഷ്യം. ഇത് കിട്ടിയാൽ റഷ്യയുടെ ആണവ ഫാക്ടറി ചാർജ് ചെയ്യാം. 3-ാമത്തെ കാര്യം, സൗദിയിൽ അരംകോ അല്ല ഏറ്റവും കൂടുതൽ എണ്ണയുള്ളത്, കുവൈറ്റിലെ KNPC അല്ല,
അത് കഴിഞ്ഞ് ഇറാനല്ല എണ്ണയുള്ളത്. ഇസ്രയേലിനകത്ത് 2 എണ്ണക്കിണറേ ഓപ്പൺ ആയിട്ടുള്ളൂ. ആ 2 എണ്ണക്കിണറിന്റെ പേരാ ലവ്യാദാൻ, താമാർ. അത് കണ്ടിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ ആരെ കൊണ്ട്, അദാനിയെ കൊണ്ട് വിഴിഞ്ഞം പോർട്ട് പണിഞ്ഞതുപോലെ 1500 കോടി രൂപ കൊടുത്ത് ഇസ്രയേലിന്റെ പോർട്ടിനകത്ത് പാർട്ണറാ. അതിന്റെ പേരാ ഹൈഫ തുറമുഖം. അദാനി അതിനകത്ത് പാർട്ണറാ. ഭാവിയിൽ എണ്ണയെടുക്കാൻ വേണ്ടി. ഇതെല്ലാം ഭയങ്കര ബിസിനസ് പരിപാടി. ആന്റി ക്രൈസ്റ്റ് വരുന്നു. അപ്പൊ ഭൂമിക്കടിയിൽ ഇസ്രയേലിനകത്ത് എണ്ണ ഉണ്ടോ, ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? യാക്കോബ് കുഞ്ഞുങ്ങളെ വിളിച്ചു, ഓരോരുത്തർക്കും അനുഗ്രഹം കൊടുത്തപ്പോൾ ക്രൂഡ് ഓയിൽ എവിടെ കിടക്കുന്നെന്ന് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം, ആന്റി എടുത്താട്ട്, ആവർത്തന പുസ്തകം അധികാരം 33:24 വാക്യം. ആവർത്തനം അത് തന്നെ, അത് 33 അധികാരം. ആന്റി 24 എടുത്താട്ട്. എണ്ണ എവിടെന്ന് നമ്മൾ അറിയട്ടെ, കൃപാസനംകാർ വായിച്ചോട്ടെ. ആവർത്തനം 33:24 ക്ലിയർ ആകണം. വായിച്ചോ. മൈക്ക് കൂടെ വായിച്ചോ. ആന്റി വിഷമിക്കേണ്ട, പെരിയ മതി. ആസേരെ കുറിച്ച് ആസേർ പുത്രർ ഭാഗ്യമുടവായി. ആശേർ പുത്ര സമ്പത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവ. ഈ ആശേറിന്നാ യേശുവിന്റെ അമ്മ മറിയാമ്മച്ചി പോലും ഉള്ളത്. ആശേറിനകത്ത് 2 അമ്മച്ചിമാരുണ്ടായിരുന്നു. കൃപാസനക്കാർ മനസ്സിലാക്കണം, 2 സഹോദരിമാരുണ്ടായിരുന്നു, എലിസബത്തും മറിയാമ്മയും. സന്തോഷമില്ലല്ലോ? അവര് കൃപാസനം കാഞ്ഞിരോട്ട് കൺവെൻഷന് വെച്ച് പ്രൈസിലോട് കൊടുത്ത വല്ലവർക്ക് ഓർമ്മയുണ്ടോ? സന്തോഷമില്ലല്ലോ? അപ്പൊ എലിസബത്തിന്റെ അകത്ത് ഒരു പിള്ള ഉണ്ടായിരുന്നു. അതാരാ? സ്നാപക യോഹന്നാൻ. മരിയയുടെ അകത്ത് ഒരു പിള്ള ഉണ്ടായിരുന്നു, യേശു അപ്പച്ചൻ. സന്തോഷമില്ലല്ലോ? ആ പിള്ള ഉള്ളത്തെ തുള്ളി. ഇവർ കസിൻസ് ആയിരുന്നു, എലിസബത്തും മറിയാമ്മച്ചിയും. അവർ ആശേർ ഗോത്രക്കാരായിരുന്നു. സ്വോത്രം മനസ്സിലാക്കണം. ഈ ആശേറി നാം മറിയാമ്മച്ചി. അടുത്ത വായിച്ചാട്ടെ. തൻ സഹോദരർക്ക് പ്രിയമായിരുന്നു. യവൻ സഹോദരർക്ക് പ്രിയം. അടുത്ത അരുമயான വാക്യം തമിഴ് മക്കൾ കേട്ടിരിക്കണം, ബൈബിൾ നോട്ട് ചെയ്തിരിക്കണം. തൻ കാலை എണ്ണയിലേ തേയ്പാൻ. കരം ഒന്ന് ഉയർത്തിയാട്ടെ. പച്ചെണ്ണയല്ല, അവന്റെ കാൽ എണ്ണയിൽ മുങ്ങട്ടെ. അതാ ക്രൂഡ് ഓയിൽ. ഇത്രേ സാധനം എവിടെ കിടക്കുന്നു? ഇസ്രയേലിൽ കിടക്കുന്നു. ഇത് കിട്ടിയാൽ റഷ്യ നന്നാവത്തില്ലോ? സന്തോഷമില്ലല്ലോ? അതിനാ അറബ് ലീഗിനെ കൂട്ടി റഷ്യ അടിക്കുന്ന കൊള്ളയിടാൻ. ഞാൻ ഒരു കാര്യം പറയാം, இந்த பக்கம் நீங்கள் போவது അമ്പൂരി இருக்குது. അമ്പൂരി ഒരു മലയാളി നല്ല അച്ചായൻ ഇരിക്കുന്നത്, പേര് തോമാച്ചായൻ. അവർക്ക് നല്ല 3 കൃഷി ഇരിക്കുന്നത്. 1 റബ്ബർ, 2 കുരുമുളക്, 3 ഇഞ്ചി. മനസ്സിലാകുന്നവർക്കായി. റബ്ബർക്ക് കൊഞ്ചം വില കുറയുമ്പോൾ കുരുമുളകക്ക് ரொம்ப വില കയറ്റിയിരിക്കും. സ്വോത്രം. അപ്പൊ കുരുമുളകക്ക് കൊഞ്ചം വില കുറയുമ്പോൾ അടുത്തത് ഇഞ്ചിക്ക് വില കയറ്റിയിരിക്കും. മനസ്സിലാക്കുന്നവർക്കായി. അന്ത മാതിരി 3 കാര്യം റഷ്യക്ക് കിട്ടും. 1 ധാതുലവണം, 2 ഗ്യാസ്, 3 ക്രൂഡ് ഓയിൽ. ഇതിനു വേണ്ടിയാ അറബ് ലീഗിനെ ചേർത്ത് റഷ്യ ആക്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം കൂടി ഇസ്രയേലിനെ ആക്രമിക്കുമോ? എസക്കേൽ ദീർഘദർശി അധികാരം 38 വചനം വാസിക്കരുത്. 13ാമത് വചനം. ആന്റി എടുത്തു. എസക്കേൽ ദീർഘദർശി 38:13 വായിക്കാം. ശേബ ദേശത്താരും. ശബ. എന്താ ശബ? ഇന്നത്തെ അമേരിക്ക. ഇപ്പൊ യമനി ഭയങ്കര ഹൂത്തി വിമതരാ. അടിച്ച് ഇസ്രയേലിന്റെ യമനെയൊക്കെ കൊടുക്കും. നാളെ ചിന്തിക്കാം. ശേബ ദേശക്കാരും. ദേദാൻ എന്ന് പറയുന്നതാ സൗദി അറേബ്യ കഴിഞ്ഞാൽ യമൻ, യമൻ കഴിഞ്ഞാൽ ഏഡൻ. അത് കഴിഞ്ഞ് വായിക്കാം. തർസീസ് വർത്തകർ. ആന്റി ഓടി പോകരുത്. 5 ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ഇസ്രയേലിന്റെ കൂടെ നിൽക്കും. ഇവർ മാറുന്നത് അവസാന ദിവസം പറയുക. അതിലാരൊക്കെ 5 ഇംഗ്ലീഷ്? 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ, 4 കാനഡ, 5 ഓസ്ട്രേലിയ. മനസ്സിലാകുന്നവർക്കായി. ഇവർ 5 എണ്ണം ഇന്ന് ഇസ്രയേലിലൂടെ നിൽക്കുന്നു. ഇവർ മാറുന്നതിന്റെ തുടക്കം ഇപ്പൊ നടക്കുന്ന ഇറാനിൽ അടി. അത് മാനിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇസ്രയേലിലൂടെ ആര് നിൽക്കും? വായിച്ചാട്ടെ. അതിനുடைய ബാലസിംഹങ്ങളാണ് അനേവരും. ബാലസിംഹങ്ങൾ. അവിടെ ആന്റി ഒന്ന് നിർത്തിയാട്ടെ. ഇവർ ഇത്രയും പേര് റഷ്യയോടുടെയും കൂട്ടരുടെയും ചോദിക്കും, എന്തിനാ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത്? അറബ് ലീഗിനെ കൂട്ടി. നമ്മുടെ ബൈബിളാ ക്ലിയർ. ജാതിയാക്രമണമല്ല. നീ കവർച്ച ഇടുവാനോ? വായിച്ചാട്ടെ ആന്റി. നീ കൊള്ളയിടുവാൻ. എത്ര ക്ലിയറാ ബൈബിൾ. ഇസ്രയേലിനെ കൊള്ളയിടാനാ വരുന്നത്, കവർച്ച ചെയ്യാ. വായിച്ചോ. നീ സൂറയാടി വെള്ളിയെയും പൊന്നെയും ആസ്തിയെയും എടുത്തുകൊള്ളുகிறதற்கும் ആടുകളെയും മാടുകളെയും പിടിக்கிறதற்கும் മതി ആന്റി. ഇത്രയും മതി. ഈ കാര്യത്തിന് 57 അറബ് രാജ്യങ്ങളെ കൂട്ടി വരുമോന്ന് അവന്മാരെ പിന്നെ 3 അച്ചായന്മാരിപ്പോ ഒരുമിച്ചുകൊണ്ടിരിക്കുക. റഷ്യ,
ചൈന, കൊറിയ ഈ യുദ്ധം ഉണ്ടായിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറഞ്ഞുകൊണ്ടിരിക്കുക വഴി ഒരുങ്ങുന്നതിനായിട്ട്. സ്വോത്രം. ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. അങ്ങനെയെങ്കിൽ ബാലസിംഹങ്ങൾ ആരാ? ബാലസിംഹങ്ങൾ 3 പേര് ഇന്നിപ്പോൾ ആരോടാ? ഇസ്രയേലിന്റെ കൂടെ. അതിലൊന്നാമത്തെ ബാലസിംഹമാ ജപ്പാൻ, ഇസ്രയേലിന്റെ കൂടെ നിൽക്കുക. 2 തൈവാൻ, 3 ഇന്ത്യ. കര ഉയരുന്നില്ലല്ലോ. ഇന്ത്യക്ക് സാമ്പത്തിക മാന്ദ്യമല്ലോ? ഗ്യാസ് കിട്ടുന്നില്ലേ ഉള്ളൂ, അത് പ്രശ്നമില്ല. ഇന്നലെ എങ്ങാണ്ട് അമേരിക്കയിൽ ഫോൺ ചെയ്ത് നമ്മുടെ തൂത്തുക്കുടിയിൽ നിന്ന് വണ്ടി വന്ന പോലെ 4 കണ്ടെയ്നർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ബാക്കിയെല്ലാം കിട്ടും, പൈസ കൊടുത്താൽ മതി. സ്വോത്രം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസവും മോഡി സാർ പറഞ്ഞു ഇന്ത്യക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ക്ലേശവുമില്ല. എല്ലാവരും മനസ്സിലാക്കണം, ഇതാ ഞങ്ങളുടെ പ്രസംഗം. 1948 മെയ് 14 ഇസ്രയേൽ സ്വാതന്ത്ര്യമായി. നാളെ പറയാം, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും യഹൂദന്റെ അടുത്ത് പോയില്ല. 2017 മോഡി സാർ പോയി. ഉടനെ ആര് കെട്ടിപ്പിടിച്ചെന്നറിയാമോ? നെതന്യാഹു പറഞ്ഞു മേരാ ബായി ആകെയാ. തമിഴ് പറഞ്ഞ ഞാൻ തമ്പി വന്നിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. நம்ம கன்வென்ஷன் செய்திக்கு அருமையான போஸ்டர் போதகர் அடிச்சപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 27-28 മോഡി സാർ എവിടെ പോയി? പാസ്റ്റർമാർ കേൾക്കണം, ഇസ്രയേലിൽ പോയി. ഒറ്റ ദിവസം കൊണ്ട് കരാർ ഒപ്പിടാം. എന്തുകൊണ്ട് 2 ദിവസം മോഡി സാർ ഇസ്രായേലിൽ നിന്നു? ലൈവ് കേൾക്കുന്നവരും കേൾക്കണം. എന്താന്ന് വെച്ചാൽ 30 സ്റ്റാർട്ടപ്പ് കമ്പനികളുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഒപ്പിട്ട് കഴിഞ്ഞു. അതിനു വേണ്ടിയാ ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. യഹൂദന ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാർ, ദൈവദാസന്മാർ മനസ്സിലാക്കണം. അമേരിക്കയിൽ 50% ടാക്സായി സാധനങ്ങൾക്ക്. അവിടെ രക്ഷയില്ല. പിന്നെ ഫ്രാൻസിലും ബ്രിട്ടനിലും കൊണ്ടാവും ബിസിനസ് തുടങ്ങിയ വല്ല IS-കാരെങ്ങാനും കളിക്കാവിളെ ബോംബെറിഞ്ഞോലെങ്ങാനും ബോംബെറി അവന് പേടിയാ. അപ്പൊ അവന്റെ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ 145 കോടി ജനമുള്ള ഇന്ത്യക്കകത്ത് അവന് സുരക്ഷിതം കിട്ടുമെന്നറിഞ്ഞുകൊണ്ട് 30-ൽ പരം സ്റ്റാർട്ടപ്പ് കമ്പനികൾ മോഡി സാറുമായി കരാർ ഒപ്പിട്ടു. അതിനാ വിളിച്ചത്. ബാക്കിയൂടെ കേൾക്കണം, ബാക്കിയൂടെ നിങ്ങൾ കേൾക്കണം. നിങ്ങളെല്ലാം ബൈബിൾ പഠിക്കണം. ഇനി കാനാവിലെ കല്യാണം പറഞ്ഞിട്ട് കാര്യമില്ല, കർത്താവ് വരാറായി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. இந்த நாட்களில் நான் CSI இங்கே பக்கத்தில் ஏதோ CSI சர்ச்சு பிரசங்கிക്കാൻ പോയി. அங்கே போயிருக்கேன் ബാക്ക് സൈഡ് മേൽപ്പാല. അവിടെ ചെന്നപ്പോഴേ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ஐயா എന്നുമേ കാനാവിലെ കല്യാണം കേട്ട് കേട്ട് മടിച്ചിരിക്കുന്നത്, அதுக்கு தான் உலகத்தின் முடிவு கடைசி கால செய்திகளும் பேசாം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് അവരും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കൃപാസന ദൈവമക്കളും ഈ പ്രവചനങ്ങൾ കേൾക്കണം. ഈ മോഡി സാർ അവിടെ ചെന്നു. എന്താ സംഭവിച്ചത്? ഇന്റൽ, IBM, മൈക്രോസോഫ്റ്റ് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ വരാൻ പോവാ. തമിഴ്നാട്ടിലും കമ്പനി വരും. ഞാൻ ഈ സമയത്ത് ഒറീസ, ഛത്തീസ്ഗഡ്, റായ്പൂർ, വിശാഖപട്ടണം वो सब बाहर में जाके सब लोगों को परमेश्वर का धन्यवाद देने के लिए अच्छा तरफ से यीशु मसीह आने वाला संदेश इस दिन में मैं प्रकाशित किया उधर नॉर्थ इंडिया में. ഞാൻ കണ്ടൊരു കാര്യം നിങ്ങളോട് പറയാം. തമിഴ്നാട്ടിലെ കണക്കല്ല കൃഷി, കേരളത്തിലെ കണക്കല്ല. പാസ്റ്റർമാർ ശ്രദ്ധിച്ചാട്ടെ. കൃഷി ചെയ്തിട്ട് ഈ പാറ്റയും പല്ലിയും വരാതിരിക്കാൻ പോളി ഫാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഒരു പാറ്റയും വരത്തില്ല, പല്ലിയും വരത്തില്ല. വെള്ളം കയറാൻ മാത്രം പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ പോളി ഫാമിൻ്റെ ഇടയ്ക്കൂടെ സൂര്യൻ ഇറങ്ങി വരും. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു ഇതെങ്ങനെയുള്ള കൃഷിയാന്ന്. അവിടുത്തെ ഹിന്ദിക്കാർ പറയാ ആപ്കോ സമझ नहीं आया, हम लोग ഇസ്രയേൽ से लेके आया, अभी अच्छा पैसा कमाते എന്ന്. സ്വോത്രം. ഇസ്രയേലിലെ കൃഷി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എത്ര കമ്പനികൾ തമിഴ്നാട്ടിൽ വരാൻ പോകുമെന്നറിയോ? 30 സ്റ്റാർട്ടപ്പ് കമ്പനികളുമായിട്ട്. ഞാൻ ഇനി ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിങ്ങൾ കേട്ടോണം. ഇസ്രയേലിലെ IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സുമായിട്ട് കരാർ ഒപ്പിട്ടു. ഇന്ത്യയിൽ അവർ സുന്ദരമായി ഹെലികോപ്റ്ററും ഡ്രോണും നിർമ്മിക്കാൻ പോവുക, എന്നിട്ട് കയറ്റുമതി ചെയ്യാൻ പോവുക. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ യഹൂദനല്ലാത്ത എല്ലാവരെയും ജാതികളെന്നാ പാസ്റ്റർമാരെ പറയുന്നത്. നമ്മുടെ മോഡി സാർ അവിടെ ചെന്നു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേലിന്റെ പാർലമെന്റിനകത്ത് മൈക്കെടുത്ത് പ്രസംഗിച്ചു. കണ്ടവർക്കായി. അമേരിക്കൻ പ്രസിഡന്റ് അല്ലാതെ ഒരൊറ്റ പ്രസിഡന്റ് യഹൂദന്റെ പാർലമെന്റിന്റെ പേരാ നെസറ്റ്. അതിനകത്ത് അവർ കൊടുക്കത്തില്ല. അവർ ബാക്കി എല്ലാവരും ജാതികളെന്നാ പറയുന്നത്. സ്വോത്രം. കഴിഞ്ഞ ദിവസം അവർ ക്രിസ്തുവിനെ വരെ തള്ളി പറഞ്ഞു കളഞ്ഞവന്മാർ. സ്വോത്രം. ക്രിസ്തുവിന്റെ സ്നേഹമല്ല വലുത്, ചെങ്കിസ്ഥാന്റെ ബോംബാ വലുതെന്ന്. സ്വോത്രം. അവരെ വരെ തള്ളി. അതിനകത്ത് വിജാതീയനായ നരേന്ദ്രമോദി സാർ മൈക്കെടുത്ത് ഒരു കാര്യം പറഞ്ഞു, ശലോം ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബൈബിളിന്റെ പ്രവചനം നിവർത്തി. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു, കരമുയർത്തുന്നവർക്കായി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ ഇങ്ങനെ അടി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. ആര്? ഇസ്രയേലിന്റെ നേരെ ഹമാസിന്റെ പോരാളികൾ
നല്ല സുന്ദരമായ ആക്രമണം തുടങ്ങി. ഇത് 3-ാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കം ഒക്ടോബർ മാസം 7-ാം തീയതി 2023 ഒക്ടോബർ 7 യഹൂദന്റെ സൂക്കോത്ത് പെരുന്നാളാ, സിംചത്തോറ. നാളെ അതെല്ലാം നിങ്ങൾ വരണം, കേൾക്കണം. പ്രവചനമാണ്. ആമോസിന്റെ പ്രവചനം നാളെ പ്രസംഗിക്കും. തെക്കോവയിൽ ആട്ടിടനെ ആമോസ് എന്തു എഴുതിയേക്കുന്ന ഇന്നത്തെ ഇറാൻ ഇസ്രായേൽ വരച്ച് കാട്ടിത്തരാം. അങ്ങനെയെങ്കിൽ അന്ന് 48 മെയ് 14 യഹൂദൻ സ്വതന്ത്രമായത്. 2028 2 വർഷം കഴിയുമ്പോൾ അവൻ 80 വയസ്സാവും. ഒരു പ്രായം അവൻ്റെ ആയി. മോശ അഹരോന്റെ മരണം കാണുമ്പോൾ ഒരു വാക്ക് എഴുതി, ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടും, ഇസ്രയേൽ മുറിവേൽക്കപ്പെടും. ബൈബിളിനകത്തുണ്ടോ മക്കളെ? ഇത് കർത്താവിന്റെ വരവാ. ആമോസിന്റെ പ്രവചനം 2-ാം അധികാരം. ആന്റി എടുത്താട്ട് ആമോസ് ദീർഘദർശീൻ അധികാരം 2 വസനത്തെ വാസിക്കരുത്. 5-ാമത് വസനം ആമോസ് ദീർഘദർശി അധികാരം 2 വസനം 5 ഒക്ടോബർ 7 ഹമാസ്. யூதாவிலே நான் தீ கொளுத்துவேன் அது எருசலேமின் அரண்மனைகளை பட்சிக்கும் என்று கர்த்தர் சொல்லுகிறார். മതി ആന്റി, നാളെ തൊട്ടിതാ യഹൂദയിൽ ഞാൻ ഒരു തീ അയക്കും, യെരുശലേമിന്റെ അരമനകളെ അത് കത്തിച്ച് കളയും. കരമുയർത്തുന്നവർക്കായി ഒക്ടോബർ 7 നടന്ന സംഭവം. ഇതിന്റെ ബാക്കിയാണ് നാളെ വരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു സംശയം, ലോകമഹായുദ്ധം നടക്കുമോ, കർത്താവ് മടങ്ങി വരുമോ? ആ സംശയവും കൂടെ തീർത്തു തരാം. ഇപ്പോൾ ഒരു ലോകമഹായുദ്ധം ഇവിടെ നടക്കത്തില്ല. അതിനാസ്പദമായി ഇസ്രയേലിന് ഒരു വേദന ഉണ്ടാകും. അത് കർത്താവിന്റെ വരവും മരിച്ചവരുടെ ഉയർപ്പ്. അതിനാസ്പദമായി റോമാലേഖനം ആന്റി എടുത്താട്ട് കർത്താവിന്റെ വരവ്, ഇസ്രായേലിന്റെ നിലവിളി ഉയരും. റോമർ അധികാരം 11 വസനത്തെ വാസിക്കരുത് 25. എല്ലാ ദൈവമക്കളും ഈ വചനം എഴുതിയിരിക്കണം. റോമർ 11 അധികാരം വസനം 25. സഹോദരരെ, ബുദ്ധികെട്ട മനുഷ്യരെ പോലെ നിങ്ങൾ ആകരുത്. അടുത്ത വാക്ക്, ഒരു രഹസ്യത്തെ നിങ്ങൾക്ക് അറിയ വേണ്ടുമെന്ന് പൗലോസ് ലീഗ പറഞ്ഞു. ഒരു രഹസ്യത്തെ നിങ്ങൾ അറിവേണ്ടതായിരുന്നു. അടുത്തത്, അതെന്നവെനിൽ പുറജാതിയരുടെ നിറവ് ഉണ്ടാകും വരയ്ക്കും ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ ഒരു പങ്ക് കഠിനമായ മനതുണ്ടായിരിക്കും. കരമുയരുന്നില്ലല്ലോ. ഇന്നത്തെ പത്രം നോക്കിയാൽ മതി, ബൈബിൾ നോക്കിയതായി. ഇസ്രയേലിന് അംശമായ കാഠിന്യം ഉണ്ടാവും. ഓരോ ജില്ലയിൽ സൈറൺ വരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ വാർത്ത വായിക്കുമ്പോൾ വിചാരിക്കും നാളെ യുദ്ധമുണ്ടാകുമോ? ഇല്ല. അതിനാസ്പദമായി 2-3 കാര്യങ്ങളോട് നിങ്ങളോട് പറയുമ്പോൾ ഇന്നത്തെ സന്ദേശം അവസാനിക്കും, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ എന്താ ഇനി സംഭവിക്കുന്നത്? ഇന്ന് അമേരിക്ക ഇസ്രയേലിനെ IS ചേർന്ന് ആരെ അടിക്കുന്നു? ഇറാനെ അടിക്കുന്നു. എല്ലാവരും വാർത്ത വായിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 6 രാജ്യങ്ങളിൽ, എല്ലാവരും കേൾക്കണം, അമേരിക്കയുടെ മിലിറ്ററി കിടപ്പുണ്ട്. 1 പറഞ്ഞു തരാം, സൗദി അറേബ്യയിൽ അൽസലാം എയർബേസ്. 2 കുവൈറ്റിലെ സൗദി അറേബ്യയിലെ അൽഖർജ് എയർബേസ്. 2 കുവൈറ്റിൽ അൽസലാം എയർബേസ്. 3 അബുദാബിയിൽ അൽദഫ്ര എയർബേസ്. 4 ഖത്തറിലെ ഹുദ്ഹുദ് എയർബേസ്. 5 ബഹ്റൈനിൽ കിടപ്പുണ്ട്, ഒരു ഫ്ലീറ്റ് കിടപ്പുണ്ട്, അതിന്റെ പേരാ ജുഫയർ. 6 മസ്കറ്റിൽ 2 കപ്പൽ കിടപ്പുണ്ട്, അവരുടെ അടുത്ത് പട്ടാളമില്ല. ഖത്തറിലും ബഹ്റിലും കുവൈറ്റിലും സൗദിയിലുമെല്ലാം അമേരിക്കൻ പട്ടാളം കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഇറാൻ അവരെ അടിക്കുന്നു. എന്തിനു വേണ്ടി? ഇറാനിൽ നിന്ന് 12,500 കിലോമീറ്റർ സൗദി അമേരിക്കയ്ക്ക് ഒരു മിസൈൽ പോണേ. ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് 2,000 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ തീരങ്ങൾ 600 മീറ്റർ. ഇന്ന് നിങ്ങളുടെ യോഗം മുടിഞ്ഞ് വീട്ടിൽ ചെന്ന് ചപ്പാത്തി കഴിക്കുമ്പോഴും കാണാം, സൗദിയെ അടിച്ചു, ദുബായിനെ അടിച്ചു, കുവൈറ്റിനെ അടിച്ചു, ഖത്തറിനെ അടിച്ചു, ബഹ്റിനെ അടിച്ചു. എല്ലാവനെ അവൻ അടിക്കും. അവൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ അമേരിക്കയ്ക്ക് താവളം ഒരുക്കിയത് കൊണ്ടാ ഞങ്ങൾ കടി കിട്ടുന്നത്. ഇനി ഇവിടെ ഒരു വാക്യം നിങ്ങളോട് ഞാൻ പറയാം. ഇനി നിങ്ങൾ ലോകം കാണാൻ പോകുന്നൊരു സംഭവം, ഗൾഫിലെ ഭരണാധികാരികൾ താഴെ വീടും പാസ്റ്റർമാരെ നിങ്ങൾ കാണാൻ പോവാ. ഇന്ന് ഗൾഫിൽ ജനം ഇളകിയിരിക്കുക. ഈ അമേരിക്കയ്ക്ക് താവളം കൊടുത്തത് കൊണ്ടാ നമുക്ക് ഈ അടി കിട്ടുന്നതെന്ന് ഇറാൻ പറയുന്നതാ. നിങ്ങളുമായിട്ട് യാതൊരു വിരോധമില്ല. നിങ്ങളുടെ താവളങ്ങൾ ഗൾഫിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുമെന്ന്, അമേരിക്കൻ ബേസുകളെ. അങ്ങനെയെങ്കിൽ എത്ര ക്ലിയർ, ഭരണകൂടങ്ങൾ തകരും,
ബൈബിളിനകത്ത് ഇങ്ങനൊരു ഭാഗമുണ്ട്. ഹഗ്ഗായി വായിക്കണ്ട, 2:6-7 വീട്ടിൽ ചെന്ന്, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, വരുന്നു സകല ജാതികളെയും ദൈവം ഇളക്കും. മനസ്സിലാകുന്നവർക്കായി അറബിലെ ഭരണകൂടങ്ങളും തകരും. അങ്ങനെയെങ്കിൽ ഇതിന്റെ നടുവിൽ ഒരുവൻ എഴുന്നേറ്റ് വരും. ആരാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. സകല ജാതികളുടെ മനോഹര വസ്തു നമുക്ക് വേണ്ടി മടങ്ങി വരും. ഇന്ന് രാത്രി കുഴിവിളയിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, യേശുക്രിസ്തു CSAയുടെ ദൈവമല്ല, യേശുക്രിസ്തു കത്തോലിക്കയുടെ ദൈവമല്ല, യേശുക്രിസ്തു RC-കാരന്റെ ദൈവമല്ല, യേശുക്രിസ്തു സാൽവേഷന്റെ ദൈവമല്ല. യേശുക്രിസ്തു ആരാ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ ഇന്ന് നൽസെയ്തി കൂട്ടങ്ങളുടെ മുതലാമത് ഇരവ് പുണ്യ സ്ഥലങ്ങളിലോട്ട് ഓടണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട, നെഞ്ചത്ത് കൈവച്ച് യേശുവേ ഞാനൊരു പാപി എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കാൽവറിയിലേക്ക് നോക്കി നിന്റെ പാപത്തെ ഏറ്റു പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ ജീവപുസ്തകത്തിൽ നിന്റെ പേര് ചേർക്കപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വെളിനാട്ടിൽ കാണും. ഈ കുമരി മാവട്ടം നാഗർകോവിൽ എത്ര കുഞ്ഞുങ്ങളാ വെളിനാട്ടിൽ കിടക്കുന്നത് എനിക്കറിയാവുന്നേ. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു 3-ാം ലോക മഹായുദ്ധം ആകത്തില്ല. ഇവിടെ 2 വാക്യം വായിച്ചെന്ന് നിർത്തും. ഇത് റഷ്യ അവർക്ക് മേധാവിയായി തീരും. ആൻറ്റി വായിക്കണം. എസെക്കിയേൽ ദീർഘദർശിൻ കടിതം 38-ാം അധികാരം 7-8. ആ 2 വാക്യങ്ങളാ ബേസ് വരാൻ പോകുന്നത്. നാളെ തൊട്ട് ചിന്തേതാ. എസെക്കിയേൽ 38:7-8 വാക്യങ്ങൾ. ആന്റി ഒന്ന് വായിച്ചാട്ടെ. നീ ആയത്തപ്പെട് ഉന്നോട് കൂടിന ഉൻ എല്ലാ കൂട്ടത്തെയും ആയത്തപ്പെടുത്ത്. റഷ്യേ നീ അവർക്ക് മേധാവിയായി തീരും. അറബ് രാജ്യം തള്ളാൻ പോവുക അമേരിക്കനെ. അതുകൊണ്ട് റഷ്യ അവർക്ക് മേധാവിയായി തരും. അടുത്തത് അനേക നാட்களுக்கு പിற்பாடு നീ ഇവിടെ തമിഴ് ബൈബിൾ എല്ലാരും കേട്ടാട്ടെ. ഇതാണ് പ്രവചനം പലരെയും തെറ്റിക്കുന്നത്. റഷ്യ മേധാവിയായിട്ട് നാളെ യുദ്ധം നടക്കുമെന്നല്ല, അനേക നാൾകൾ. അത് ഭാഷ നോക്കിയോ, ഇംഗ്ലീഷ് ബൈബിൾ ലേറ്റർ ഡേയ്സ്, അനേക നാളുകൾ. അതുകൊണ്ട് ഇവിടുത്തെ വീടും കാറും വിറ്റൊന്നും ഓടിപ്പോവരുത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം യുദ്ധം വരുന്നെന്ന് പറഞ്ഞുള്ള കെൻഡക്കി ഫ്രൈഡ് ചിക്കനെ ഉള്ള കാർഡും ഒക്കെ എടുത്തു കൊടുത്ത് മേടിച്ചിട്ട് അവസാനം പിന്നെ കർത്താവിനെ കുറ്റം പറയരുത്. അതുകൊണ്ട് ആ ബൈബിൾ ക്ലിയർ. ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന സംഭവം അരുമയാണ്. ഊഴിയക്കാരെങ്കിൽ ഇരിക്കത്, നല്ല അപ്പച്ചന്മാർ അമ്മച്ചമാർ ഇവിടെ ഇരിക്കത്. നിങ്ങളോട് പറയുന്നത് റഷ്യ അവർക്ക് മേധാവിയായി തീരും. അത് കഴിഞ്ഞിട്ട് അനേക നാൾകൾ, അതാ വെടിനിർത്തൽ ഉണ്ടാവും. നാളെ പറഞ്ഞുതരാം ഇപ്പൊ വെടിനിർത്തുമെന്ന്. അനേക നാൾകൾ കഴിഞ്ഞ് ഈ റഷ്യ സന്ദർശിക്കപ്പെടും. ആന്റി വായിച്ചാട്ടെ. ലെറ്റർ ഡേയ്സ് വായിക്കാം. நீங்களாகி பற்பல ஜனங்களிலிருந்து சேர்த்து கொள்ளப்பட்டு வந்தவர்களின் தேசத்தில் கடைசி வருஷங்களிலே வருவாய். അന്ത്യകാലത്ത് റഷ്യ ഒരു ദേശത്തേക്ക് വരും. അതാ തേർഡ് വേൾഡ് വാർ. വായിക്കാം. ഏ ദേശം എവിടെ? பாழாய் கிடந்து பிற்பாடு ஜாதிகளிலிருந்து கொண்டு வரப்பட்டவர்கள் எல்லாரும் சுகத்தோடு குடியிருக்கும் இஸ்ரவேல் மலைகளுக்கு விரோதமாய் വരുവായി. കരമുയർത്തുന്നവർക്കായി പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടത് പാഴും ശൂന്യമായ സ്ഥലത്ത് ഇന്നവർ ഭയം കൂടാതെ വസിക്കുന്ന സമയത്ത് ആക്രമണം തുടങ്ങിയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു 3-ാം ലോകമഹായുദ്ധത്തിന്റെ ചാലൊരുങ്ങിയ. പക്ഷേ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ചമ്പൻകാലയിലും കുഴിവിളയിലും ഒരു സംഭവം നടക്കും. അതാ നമ്മുടെ ഗൺമഷ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. കൃപാസനമേ, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സൂചേട്ടത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഇസ്രയേലേ, ഇസ്രയേലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര പ്രസംഗം കേട്ടു? സന്തോഷമില്ലല്ലോ. എത്ര പ്രസംഗം കേട്ടു, എത്ര കടശിക്കാല ചെയ്തികൾ കേട്ടു. ഒരു വാക്യവും കൂടെ ആന്റി എനിക്ക് വായിച്ചു തരണം. 2 കാര്യം പറഞ്ഞ് നമുക്ക് പാട്ട് പാടാം. പറയുന്ന സമയത്ത് പാട്ട് പാടുക. സമയമായി വരുന്നതേ ഉള്ളൂ. ചായയുടെ സമയമാവുന്നതല്ലേ ഉള്ളൂ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മത്തി സുവിശേഷം അധികാരം 7 വസനത്തെ വാസിക്കരുത് 24-25. മത്തി സുവിശേഷം 7-ാം അധികാരം 24-25. അരുമயான പിള്ളകളെല്ലാം இந்த ബൈബിൾ തുറന്ന് இந்த വാക്യത്തെ ഗഗനമാ പഠിച്ചിരിക്കുന്നത്. വായിക്കാം. ஆகையால் நான் சொல்லிய இந்த வார்த்தைகளை கேட்டு, അന്തയാൽ സ്വർഗ്ഗീയ വാർത്തകളെ കേട്ട് இவைகளின்படி செய்கிறவன் இவனோ அவனை கன்மலையின் மேல் தன் வீட்டை கட்டின
ബുദ്ധിയുള്ള മനുഷ്യനുക്ക് ഒപ്പിടുവേൻ. നല്ല കാര്യം ആന്റി വായിക്കുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ളവന്റെ ഭവനം. അടുത്തത് വയറ് പെരുമഴை சொரிந்து പെരുമഴ ചെയ്ത് പെരുവെള്ളം വന്ന് കാറ്റടിച്ചു அந்த வீட்டின் மேல் மோதியும் ആ വീട്ടിന്മേൽ ഏറ്റില്ല, അത് വിളവില്ലേ. അതാ കിടക്കുന്നത്. മതി 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 അമ്മ ആന്റി അവിടെ നിർത്തിയാട്ട് വരുവാ. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കാറ്റടിച്ചാലും മഴ വന്നാലും വചനം കേട്ട് അടിസ്ഥാനമിട്ട ദൈവസഭ വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 2 കൃപാസനത്തിൽ കേട്ടു, ചെങ്കൽവൽ കേട്ടു, കടയാലുമൂടി കേട്ടു, മെരികോട് കേട്ടു, കുടിത്തറ കേട്ടു, അത് കഴിഞ്ഞ് കഴിവന്തിട്ട കേട്ടു, മേൽപ്പാല കേട്ടു, മേൽപ്പുറം കേട്ടു. ഇതൊന്നും സ്ഥലം നിങ്ങൾക്ക് അറിയത്തില്ല, മരുതങ്കോടും അറിയത്തില്ല. സ്വോത്രം. അവിടെ എല്ലാം ചെന്ന് എൻ്റെ പേര് പറഞ്ഞാൽ ഒരു ടീയെ കിട്ടിയിരിക്കുന്നത്. സ്വോത്രം. ഇവർക്കറിയാം, ലൈവ് കൊടുക്കുന്നവർക്കറിയാം. വേറൊരു കൂട്ടർ വീട് പണിഞ്ഞ് വചനം കേൾക്കാതെ വായിച്ചാട്ട് ആന്റി. പെരുമഴை சொரிந்து பெருவெள்ளம் வந்து മണലിന്മേൽ അടിസ്ഥാനപ്പെട്ട ഭവനം. പെരുവെള്ളം വന്ന് കാറ്റടിച്ചു அந்த வீட்டின் மேல் மோதியும் വീട്ടിന്മേൽ അടിച്ചു, அது விழவில்லை, അത് വീണതില്ല. ஏனென்றால் அது கன்மலையின் மேல் அஸ்திபாரம் போடப்பட்டிருந்தது. പാറമേൽ അടിസ്ഥാനപ്പെട്ട. അടുത്ത മണലിന്മേൽ വായിച്ചാട്ട്. അടുത്ത நான் சொல்லிய இந்த வார்த்தைகளை கேட்டு എത്ര പ്രസംഗം ഇവിടെ കേട്ടാലും കൊടപ്പെടാത്ത കുറെ കുഞ്ഞുങ്ങളുണ്ട്. വായിച്ചാട്ട്. അടുത്ത இவைகளின்படி செய்யாதிருக்கிறவன் எவனோ മണലിന്മേൽ அவன் தன் வீட்டை மணல் மேல் கட்டின മണലിന്മേൽ. അടുത്തത് புத்தி இல்லாத மனுஷனுக்கு ஒப்பிடுவான். എത്ര കേട്ടാലും അവന്റെ ചെവിക്കകത്ത് കേറത്തില്ല. അടുത്ത വാക്ക് பெருமழை சொரிந்து പെരുവെള്ളം വന്ന് കാറ്റടിച്ചു அந்த வீட்டின் மேல் மோதின போது ആ വീട്ടിന്മേൽ അടിച്ചു. അടുത്തത് വിളുന്നത്, അത് വീണു, വിളുந்து മുഴുവതും അളിന്തത്. അതിന്റെ വീഴ്ച വലുതായിരുന്നു. മനസ്സിലാകുന്നവർക്കായി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്. സന്തോഷമില്ലല്ലോ. ഒരു ചെറിയ കഥവും കൂടെ പറഞ്ഞ് ഒരു സാക്ഷ്യവും പറഞ്ഞ് ഇപ്പം നിർത്താം. ബാക്കി നമുക്ക് നേരത്തെ തുടങ്ങാം. നാളെ നമ്മളിവിടുന്ന് ആ മാർത്താണ്ഡത്തോട്ട് പോകുമ്പോൾ നല്ലൊരു പാലമുണ്ട്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പാലത്തിൻ്റെ കീഴിൽ നല്ലൊരു മരം ഉണ്ടായിരുന്നു. മരത്തിനകത്ത് 2 കൂട്ടരുണ്ടായിരുന്നു. 1, 2 ചില്ലകളിൽ കുരങ്ങൻ, അവൻ കൊച്ചുപീടി അടിച്ച് ബീറും അടിച്ചുകൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ. 3, 4 ചില്ലകളിൽ കുരുവി, അവൻ വീട്ടിൽക്കുള്ള നല്ല പാട്ട്. ഇവനിങ്ങനെ നല്ല തമിഴ് പാടൽ, നാനും എൻ വീടും എൻ വീട്ടാരനെ ഇവർ. സന്തോഷമില്ലല്ലോ പാട്ട്. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കൽ മഴ വന്നു. എല്ലാവരും കേട്ടാ. മരം ഒന്ന് ഇങ്ങനെ കുനിഞ്ഞ്. അപ്പൊ കുരുവി കുരങ്ങനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചെന്നൈ இந்த நாட்களிலே പ്രളയം വരുത്, പുയലടിക്കത്, കാശ്മീർ മേഘം അടിക്കത്, ഇനി തമിഴ്നാട്ടിൽ നമ്മ മാർത്താണ്ഡത്തെ എപ്പോൾ അടിക്കതോ തൃപ്പരപ്പ് ഡാം തുറക്കുന്നത് നമുക്കറിയത്തില്ല. സ്വോത്രം. അതുകൊണ്ട് വീട് വീഴാൻ കാലമായി. ഉടനെ കുരുവിക്കിട്ട് കുരങ്ങൻ ചോദിച്ചു, നീ എങ്ക പോയത്? കുരുവി പറഞ്ഞ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. സ്വോത്രം. ചിറവുണ്ടെന്ന്. ഒരു ദിവസം വൈകിട്ട് 7 മണി നല്ല യെല്ലോ മാങ്കോ പൈനാപ്പിൾ അലർട്ടെല്ലാം എന്താ നാളുകൾ ഇங்கே വന്നിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ. അതുതാൻ നോവാവിൻ കാലം. മനസ്സിലാക്കുന്നവർക്കായി. സയൻസ് പറയാൻ സമയമില്ല. അപ്പം 7 മണിയായി. അന്നേരം ഈ തൃപ്പരപ്പിലുള്ള ഡാമെല്ലാം തുറന്നു വിട്ട് ഈ കുരങ്ങ ഇച്ചിരി അടിച്ചുകൊണ്ടിരിക്കുക. കുരുവിയുടെ പാട്ടും ഉണ്ടായിരുന്നു. വെള്ളമെല്ലാം കൂടെ വന്ന് മരം കുലുങ്ങാൻ തുടങ്ങി. കുരങ്ങനെ ചാടാൻ പറ്റിയില്ല. മരത്തോടുകൂടി വെള്ളത്തിൽ വീണു. ചിറകുള്ള കുരുവി അതിൻ്റെ സങ്കേതത്തിലേക്ക് കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി പരിശുദ്ധാത്മാവിൻ്റെ ചിറകുള്ള കുരുവി അതിൻ്റെ സങ്കേതത്തിലേക്ക് പറന്നു പോകാൻ കാലമായി. അതുകൊണ്ട് ബുദ്ധികെട്ട മനുഷ്യനെ പോലെ ആകരുത്. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. എൻ്റെ അരുമാന ദൈവമക്കളെ, നിങ്ങളിവിടെ പക്കത്ത് റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്നത്, ഇരണിയിലിരിക്കുന്നത്, പാറശാലയിരിക്കുന്നത്, നാഗർകോവിലിരിക്കുന്നത്. അവിടെ ചെന്ന് നാഗർകോവിൽ നമ്മുടെ പക്കം തന്നെ കേട്ടാട്ട് 2 കാര്യം. നാഗർകോവിൽ നമ്മുടെ ഇവിടുന്ന് കുഴിപ്പള്ളിയിൽ നിന്ന് 2 സൗരന്മാർ പോയി. 2 പേർക്ക് തൃശ്ശൂരിന് പോകണം. നാഗർകോവിൽ മെയിൻ സ്റ്റോപ്പ്. കന്യാകുമാരിയിൽ നിന്ന് മുംബൈ വരെ പോകുന്ന ജയന്തി ജനത വരും 8:30 മണിക്ക്. ഇവർ 7:30 മണിക്ക് അവിടെ ചെന്നു. അപ്പോൾ കൗണ്ടർ ചോദിച്ചു, തൃശ്ശൂരിന് ട്രെയിൻ ഉണ്ടോ? അവർ പറഞ്ഞു 7:30 അവിടെ ചെന്ന് 8:15 മുംബൈ കന്യാകുമാരി വരുമെന്ന്. ഒരു പയ്യൻ പേര്, നല്ല പേര് ജോയ്. അവന് തത്കാലി ഒരെണ്ണം എഴുതി കൊടുത്ത്. സിസ്റ്റർ പറഞ്ഞ് 210 രൂപ നിനക്കൊരു സ്ലിപ്പർ കിട്ടുമെന്ന്. അപ്പോൾ വേറൊരു പയ്യനുണ്ടായിരുന്നു ജോസ്. അവൻ ചെന്ന് 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുത്ത്. സന്തോഷമില്ലല്ലോ. അവരങ്ങനെ നിന്നപ്പോൾ ഒരു അനൗൺസ്മെന്റ്, യാത്രിയും കോ ശ്രദ്ധ ധ്യാൻ കേലിയ കന്യാകുമാരി കൊച്ചി कोकर मुंबई तक जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर फ्लैट में आएगा. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പോൾ ട്രെയിൻ വരാറായി. തമിഴ് ഭാഷ ഇൻ ടൈം കന്യാകുമാരി മുംബൈ തക്ക് ജാനെ ജയന്തി ജനത അന്ത ട്രെയിൻ 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ വരും ചില നിമിഷങ്ങൾക്ക്. മലയാളത്തിൽ. അപ്പോൾ ട്രെയിൻ വന്നു. ഒരുത്തൻ്റെ ടിക്കറ്റ് S422, മറ്റവൻ്റെ പ്ലാറ്റ്ഫോം ടിക്കറ്റ്. 2 പേരും S4 കയറാൻ നിന്ന്. കട്ടകാലത്തിൻ്റെ GTR അവിടെ നിന്ന്. ആദ്യം നമ്മുടെ ജോയി 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റുമായിട്ട് അവിടെ ചെന്ന്. ഉടനെ GTR പറഞ്ഞ്, അയ്യാ
இந்த மாதிரி டிக்கெட்டு ட்ரெயின் கடக்க கூடாது, இங்கே ശരവണ இருக்குது, നല്ല ടീയെ സാപ്പിടുങ്ക, സന്തോഷമില്ലല്ലോ പ്ലാറ്റ്ഫോമിൽ കറങ്ങാൻ. അതിൻ്റെ ശേഷം ജോസ് വന്നു, യെസ് ഫോർ സീറ്റ് നമ്പർ 22 തത്കാൽ. അവൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യാ നിങ്ങൾ സീറ്റ് പിറകെ ഇരിക്കുന്നത്, പോയി ഉட்காருங்க. സന്തോഷമില്ലല്ലോ. എത്ര പ്രസംഗം കേട്ടിട്ടും കൃപാസനത്തിലും കാഞ്ചിരോട്ടും എവിടെല്ലാം കേട്ടിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിന്റെ കയ്യിലായാൽ നീ വഴിയരികെ നിന്ന് പോകും. എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവന് ഇന്ന് നാളുകളിൽ വചനം കേൾക്കുമ്പോൾ പറയാം, എൻ്റെ ട്രെയിൻ വരാറായി, കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ പെട്ടകത്തിനകത്ത് കയറ്റുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. കൃപാസന കുരുവിളേ, എൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.